നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം സമൂഹമാധ്യമ ലോകത്ത് തരംഗമായി ലക്ഷദ്വീപ്. സമൂഹമാധ്യമങ്ങളിൽ ലക്ഷദ്വീപ് തിരയുന്നവരുടെ എണ്ണം കുതിച്ചുയരുന്നതായി റിപ്പോർട്ടുകൾ. വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ലക്ഷദ്വീപ് എന്ന ഹാഷ്ടാഗ് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഗൂഗിളിൽ ലക്ഷദ്വീപ് തിരയുന്നവരുടെ എണ്ണം കുതിച്ചുയരുന്നതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ 20 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഇത്രയധികം പേർ ലക്ഷദ്വീപ് ഗൂഗിളിൽ തിരയുന്നത്. ഓൺലൈൻ ട്രാവൽ കമ്പനിയായ മേക്ക് മൈ ട്രിപ്പിലും ലക്ഷദ്വീപ് തിരയുന്നവരുടെ എണ്ണത്തിൽ 3400% വർധനവുണ്ടായതായി കമ്പനി അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനം പ്രകൃതി രമണീയമായ ദ്വീപുകളിലേക്കുള്ള വിനോദസഞ്ചാരത്തിന് ഉത്തേജനം നൽകിയെന്നും മേക്ക് മൈ ട്രിപ്പ് കമ്പനി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജനുവരി 2-നാണ് പ്രധാനമന്ത്രി ലക്ഷദ്വീപ് സന്ദർശിച്ചത്. ഇതിന്റെ ചിത്രങ്ങൾ അദ്ദേഹം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ലക്ഷദ്വീപിന്റെ മണൽത്തരികളിലൂടെ പ്രധാനമന്ത്രി നടക്കുന്നതിന്റെയും കടലിലേക്ക് നോക്കി നിൽക്കുന്നതിന്റെയും ദ്വീപിന്റെ ആകാശ ദൃശ്യവുമെല്ലാം സമൂഹമാധ്യമങ്ങളിൽ വൻതോതിൽ തരംഗം സൃഷ്ടിച്ചിരുന്നു. അതേസമയം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചുള്ള മാലദ്വീപ് മന്ത്രിമാരുടെ പരാമർശത്തിൽ പ്രതിഷേധം കടുക്കുന്നതിനിടെ ലക്ഷദ്വീപിലെ ടൂറിസം വികസനത്തെ പ്രോത്സാഹിപ്പിച്ച് ഇസ്രായേലും രംഗത്ത് വന്നിരുന്നു. കടൽ ശുദ്ധീകരണ പദ്ധതി നാളെ ആരംഭിക്കുമെന്നായിരുന്നു ഇസ്രായേൽ അറിയിച്ചിരുന്നത്. മാലദ്വീപ് മന്ത്രിമാരുടെ വിവാദ പരാമർശത്തിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ പരസ്യ പിന്തുണ അറിയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പരാമർശത്തിൽ നിലപാട് കടുപ്പിച്ച ഇന്ത്യ മാലദ്വീപ് സ്ഥാനപതിയെ വിളിച്ചുവരുത്തി അതൃപ്തി അറിയിച്ചിരുന്നു. ലക്ഷദ്വീപ് സന്ദർശിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഹാഷ്ടാഗോടെ ഇസ്രായേൽ എംബസി സമൂഹമാധ്യമമായ എക്സിൽ പോസ്റ്റ് പങ്കുവച്ചു. ലക്ഷദ്വീപിൽ ജലശുദ്ധീകരണ പദ്ധതിയുടെ ഭാഗമായി ഇസ്രായേൽ ഉണ്ട്. ഈ പദ്ധതി ഉടൻ നടപ്പാക്കാൻ ഇസ്രായേൽ തയ്യാറാണെന്നും എത്രയും വേഗം തന്നെ പണി ആരംഭിക്കുമെന്നായിരുന്നു ട്വീറ്റിൽ പറഞ്ഞിരുന്നത്. ഒപ്പം ലോകമാകെയുള്ളവരോടും ലക്ഷദ്വീപിന്റെ ഭംഗി ആസ്വദിക്കാൻ ആഹ്വാനം ചെയ്ത് ചിത്രങ്ങളും വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട്. മോദി ഇസ്രായേലിന്റെ പാവയെന്ന് മാലദ്വീപ് മന്ത്രി നേരത്തെ വിമർശിച്ചത് വിവാദമായതോടെയാണ് എംബസി പരസ്യ പിന്തുണയുമായി രംഗത്ത് വന്നത്. പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച സംഭവത്തിൽ മാലദ്വീപിനെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ. മാലദ്വീപ് ഹൈക്കമ്മീഷണറെയാണ് വിളിച്ചു വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചത്. മാലദ്വീപിനെ ബഹിഷ്കരിക്കണമെന്ന് സമൂഹ മാധ്യമ പ്രചരണത്തിനിടെ ദ്വീപിലേക്കുള്ള ബുക്കിംഗുകൾ ഈസ് മൈ ട്രിപ്പ് റദ്ദാക്കി. ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ മാലദ്വീപിലും വിളിച്ചുവരുത്തി. നേരത്തെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധി മാലദ്വീപ് ഭരണകൂടത്തെ അതൃപ്തി അറിയിച്ചിരുന്നു. കൂടുതൽ പ്രകോപനം ഉണ്ടായാൽ ഇന്ത്യ തുടർ നടപടികളെക്കുറിച്ച് ആലോചിക്കും. സമൂഹ മാധ്യമങ്ങളിൽ മാലദ്വീപ് സർക്കാരിന്റെ നിലപാടിനെതിരായ പ്രതിഷേധം തുടരുകയാണ്. ബോയ്ക്കോട്ട് മാലദ്വീപ്, എക്സ്പ്ലോർ ഇന്ത്യൻ ഐലാൻഡ്സ് എന്നീ ഹാഷ്ടാഗുകൾ എക്സിൽ തരംഗമാണ്. നിരവധി പേർ മാലദ്വീപിലേക്കുള്ള യാത്രകൾ റദ്ദാക്കി. ഇതുവരെ 8000 ഹോട്ടൽ ബുക്കിംഗുകളും 2500 വിമാന ടിക്കറ്റ് ബുക്കിംഗും ക്യാൻസൽ ചെയ്തതോടെയാണ് റിപ്പോർട്ട്. മാലദ്വീപ് ഇന്ത്യക്കെതിരെ തിരിയുന്നത് കോൺഗ്രസ് ആയുധമാക്കുകയാണ്. അയൽരാജ്യങ്ങളിൽ ചൈന പിടിമുറുക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് മനീഷ് തിവാരി MP അടക്കം വിമർശിച്ചത്. ദക്ഷിണേഷ്യയിൽ ഇപ്പോൾ ഇന്ത്യക്ക് എന്ത് സ്വാധീനമുള്ളതെന്ന് മനീഷ് തിവാരി ചോദിച്ചു. ഇന്ത്യ ബന്ധത്തിലെ പൊട്ടിത്തെറിക്ക് പിന്നാലെ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ചൈനയിലെത്തി. 5 ദിവസത്തെ പര്യടനത്തിൽ സുപ്രധാന കരാറുകൾ ഒപ്പിടും. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അപഹസിച്ച മന്ത്രിമാർക്കെതിരെ മാലദ്വീപിൽ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്.